നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൊഡക്ഷൻ ഓഫ് കാസ്റ്റ് അയൺ ആണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കാസ്റ്റ് അയൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. എങ്ങനെയാണ് ഏതൊരു സ്റ്റീലായാലും കാസ്റ്റ് അയൺ ആയാലും റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? പിഗ് അയൺ തന്നെയാണ്. കാസ്റ്റ് അയൺ ആയാലും സ്റ്റീലായാലും റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ പിഗ് അയൺ ആണ്. അപ്പോൾ പിഗ് അയണിനെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? പിഗ് അയൺ വിത്ത് സെലക്റ്റഡ് സ്ക്രാപ്പ് അയൺ ഇൻ ദി കുപ്പോള ഫർണസ്. അപ്പോൾ കുപ്പോള ഫർണസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാസ്റ്റ് അയൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്തായാലും ഫർണസിനകത്ത് നമ്മൾ എന്ത് കൊടുക്കണം? റോ മെറ്റീരിയൽ കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പിഗ് അയണും പിന്നെ സെലക്റ്റഡ് സ്ക്രാപ്പ് എന്ന് വെച്ചാൽ ഇതൊരു റീസൈക്ലിങ്ങിൻ്റെ പ്രോസസ്സിന് പരമായിട്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്തായാലും ഏതൊരു പ്രൊഡക്ഷൻ യൂണിറ്റിലും എന്താണ് നമ്മുടെ റോ മെറ്റീരിയലിനൊപ്പം നമ്മൾ സ്ക്രാപ്പ് കൂടി ആഡ് ചെയ്യാറുണ്ട് അല്ലേ, റീസൈക്ലിങ്. അപ്പോൾ പഴയ എന്താണ് കാസ്റ്റ് ആൻഡ് പ്രോഡക്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉപയോഗശൂന്യമായ കാസ്റ്റ് ആൻഡ് പ്രോഡക്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി സ്ക്രാപ്പായിട്ട് ആഡ് ചെയ്യും. അപ്പോൾ ആ സ്ക്രാപ്പും പിന്നെ പിഗ് അയണും കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കുപ്പോളയിൽ ചാർജ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ കുപ്പോള ഫർണസിലാണ് നമ്മൾ എന്താണ് കാസ്റ്റ് അയൺ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമ്മൾ ഓർമ്മ വേണം കേട്ടോ. ബ്ലാസ്റ്റ് ഫർണസിൻ്റെ പ്രോഡക്റ്റാണ് എന്ത്? പിഗ് അയൺ. അടുത്തത് ഈ പിഗ് അയണിനെ കുപ്പോള ഫർണസിനകത്ത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാസ്റ്റ് അയൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ഓർത്തിരിക്കുക കേട്ടോ, എക്സാമിന് മാറി മാറി ചോദിച്ചിട്ടുണ്ട്. ഇനി ഈ കുപ്പോള ഫർണസിന് നമുക്ക് എന്തായാലും എന്ത് വേണം? ഒരു ഫ്യൂൽ വേണം. അപ്പോൾ ഏതാണ് നമ്മൾ കുപ്പോള ഫർണസിൽ ഉപയോഗിക്കുന്ന ഫ്യൂൽ എന്ന് പറഞ്ഞാൽ കോക്കാണ് കേട്ടോ. കോക്കും വെറും കോക്ക് മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്നത് വിത്ത് ലൈം സ്റ്റോൺ ആൻഡ് അതർ ഫ്ലക്സസ്. കോക്കിനൊപ്പം ലൈം സ്റ്റോണും ഫ്ലക്സസും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ഫ്യൂവലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പം കോക്ക് വിത്ത് ലൈം സ്റ്റോൺ ആൻഡ് അതർ ഫ്ലക്സസ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈസ് യൂസ്ഡ് എസ് ഫ്യൂവൽ ഇൻ കുപ്പോള ഫർണസ്. ഇനി എന്തിനാണ് നമുക്ക് കോക്കാണ് നമ്മൾ കത്തിക്കാൻ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ആവശ്യം, അല്ലെങ്കിൽ നമ്മുടെ പിഗ് അയണിൻ്റെ സ്ക്രാപ്പും ഒക്കെ എന്താണ് മെൽറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അല്ലെങ്കിൽ മെൽറ്റ് ചെയ്യാൻ ആവശ്യമുള്ള ഹീറ്റ് തരുന്നത് കോക്ക് ബേൺ ചെയ്യുമ്പോഴാണ്. അപ്പോൾ അതേസമയം നമുക്ക് എന്തിനാണ് ലൈം സ്റ്റോണും ഫ്ലക്സസും നമ്മൾ ഉപയോഗിക്കുന്നത്? ലൈം സ്റ്റോണും ഫ്ലക്സ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? ലൈം സ്റ്റോൺ ആൻഡ് ഫ്ലക്സസ് എന്താണ് സെപ്പറേറ്റ് ഇമ്പ്യൂരിറ്റീസ് ഫ്രം പിഗ് അയൺ. പിഗ് അയണിലെ ഇമ്പ്യൂരിറ്റീസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലൈം സ്റ്റോണും ഫ്ലക്സസും നമ്മൾ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? ഈ ഫ്ലക്സ് എന്ത് ചെയ്യും? ഫ്ലക്സും ലൈം സ്റ്റോണും കൂടി ചേർന്ന് ഈ ഓൾറെഡി നമ്മൾ സ്ക്രാപ്പിലും പിഗ് അയണിലും ഒക്കെ എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസോ അല്ലെങ്കിൽ ഓക്സൈഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൂടി ചേർന്ന് സ്ലാഗ് ആകും കേട്ടോ. അതുമായിട്ട് കമ്പൈൻ ചെയ്ത് സ്ലാഗ് ആയിട്ട് ഈ സ്ലാഗിൽ നമ്മൾ റിമൂവ് ചെയ്ത് കഴിയും. മനസ്സിലായോ? അപ്പോൾ എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ലൈം സ്റ്റോണും ഫ്ലക്സസും ഉപയോഗിക്കുന്നത്. ലൈം സ്റ്റോൺ ഓൾസോ ആക്ട് എസ് എ ഫ്ലഷിംഗ് ഏജൻറ്റ് ടു ക്യാരി ഓഫ് ദി ഓക്സൈഡ് ആൻഡ് ആഷ് ഫ്രം ദി ഫ്യൂവൽ. ഇനി ഈ ഫ്യൂവലിൽ ഓക്സൈഡ്സോ ആഷോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? ലൈം സ്റ്റോൺ ഉപയോഗിക്കും. ദെൻ കുപ്പോള ഈസ് ഫയേർഡ് വിത്ത് കോക്ക് ടു പ്രൊഡ്യൂസ് ഹൈ ടെമ്പറേച്ചർ. മനസ്സിലായോ? ഈ കുപ്പോള നമ്മൾ എന്ത് ചെയ്യുന്നത്? കുപ്പോള നമ്മൾ കോക്കാണ് നമ്മൾ ഫ്യൂലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ കുപ്പോള ഈസ് ഫയേർഡ് വിത്ത് കോക്ക്. എന്നിട്ട് ഈ കോക്കാണ് എന്ത് കത്തി നമ്മൾക്ക് ആവശ്യമായ ഹൈ ടെമ്പറേച്ചർ തരുന്നത്. എന്തിനാവശ്യമുള്ള? ഫോർ മെൽറ്റിംഗ് പിഗ് അയൺ ആൻഡ് സ്ക്രാപ്പ്. ഈ സ്ക്രാപ്പ് നമ്മൾ ലോഡ് ചെയ്ത സ്ക്രാപ്പിനെയും പിഗ് അയണിനെയും എന്ത് ചെയ്യുക? മെൽറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള ഹൈ ടെമ്പറേച്ചർ എന്ന ആരാണ്? കോക്കാണ്. നമുക്ക് അടുത്ത് കുപ്പോള ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണ് കുപ്പോള എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഈ ഫിഗറിൽ കാണിക്കുന്നതാണ് കുപ്പോള. എന്താണ് നമ്മൾ കുപ്പോള? അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ എന്തിനാണ് കുപ്പോള ഉപയോഗിക്കുന്നത്? ഫോർ പ്രൊഡക്ഷൻ ഓഫ് ഗ്രേ കാസ്റ്റ് അയൺ, നോഡുലാർ കാസ്റ്റ് അയൺ ആൻഡ് മാലിയബിൾ അയൺ കാസ്റ്റിങ്സ്. അപ്പോൾ നമുക്കറിയാം കുപ്പോള നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? കാസ്റ്റ് അയൺ പ്രൊഡക്ഷനാണ് നമ്മൾ കുപ്പോള ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ കുപ്പോള ഫർണസിൻ്റെ പ്രോഡക്റ്റാണ് നമ്മൾ കാസ്റ്റ് അയൺ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കാസ്റ്റ് അയൺ ആയ നോഡുലാർ കാസ്റ്റ് അയൺ ആയാലും ഗ്രേ കാസ്റ്റ് അയൺ ആയാലും മാലിയബിൾ കാസ്റ്റ് അയൺ ആയാലും എല്ലാം നമ്മൾ എന്താണ് കുപ്പോള ഫർണസിലാണ് ഉണ്ടാക്കി എടുക്കുന്നത്. ബിസൈഡ്സ് അയൺ കാസ്റ്റിങ്സ്, കുപ്പോള ക്യാൻ ബി യൂസ് ഫോർ മെൽറ്റിംഗ് സം കോപ്പർ ബേസ്ഡ് അലോയ് ആൾസോ. അപ്പോൾ നമുക്ക് കാസ്റ്റ് അയൺ മാത്രമല്ല കുപ്പോള ചെയ്യുന്നത്. കുപ്പോള ഫർണസിൽ നമുക്ക് കോപ്പർ ബേസ്ഡ് അലോയ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. ഫ്യൂവൽ ഈസ് ജനറലി ഗുഡ് ഗ്രേഡ് ലോ സൾഫർ കോക്ക്, ആന്ത്രസൈറ്റ് കോൾ ഓർ കാർബൺ ബ്രിക്കേറ്റ്സ്. അപ്പോൾ നമ്മൾ കുപ്പോള ഫർണസിൽ ഉപയോഗിക്കുന്ന ഫ്യൂവൽസ് എന്ന് വെച്ചാൽ ഏതൊക്കെയാണ്? ഗുഡ് ഗ്രേഡ് ലോ സൾഫർ കോക്ക്, അല്ലെങ്കിൽ ആന്ത്രസൈറ്റ് കോൾ, അല്ലെങ്കിൽ കാർബൺ ബ്രിക്കേറ്റ്സ്. അപ്പോൾ ഇതാണ് ഒരു കുപ്പോള ഫർണസിൻ്റെ സ്കീമാറ്റിക് ഡയഗ്രാം. ഇതിൽ ഓരോ സെക്ഷൻ ബൈ സെക്ഷനായിട്ട് കാണിച്ചിട്ടുണ്ട്. ഒരു കുപ്പോളയുടെ എല്ലാ പാർട്സും ഇവിടെ ഇതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടുള്ള സ്ലൈഡുകളിൽ ഇത് ഓരോ പാർട്ടും ഓരോ സെക്ഷനും എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കൺസ്ട്രക്ഷൻ ഓഫ് കുപ്പോള ഫർണസ്. അപ്പോൾ ഈ കുപ്പോള ഫർണസ് എന്ന് വെച്ചാൽ എന്താണ്? എ ടിപ്പിക്കൽ കുപ്പോള മെൽറ്റിംഗ് ഫർണസ് കൺസിസ്റ്റ് ഓഫ് വാട്ടർ കൂൾഡ് വെർട്ടിക്കൽ സിലിണ്ടർ. അപ്പോൾ കണ്ടോ, ഇതൊരു വെർട്ടിക്കൽ സിലിണ്ടറാണ് കണ്ടോ. ഒരു വാട്ടർ കൂൾഡ് വെർട്ടിക്കൽ സിലിണ്ടറാണ് ബേസിക്കലി എന്ന് പറഞ്ഞാൽ കുപ്പോള എന്ന് പറഞ്ഞാൽ. ഇനി ഇതിനകത്ത് എന്താണ്? വിച്ച് ഈസ് ലൈൻഡ് വിത്ത് റിഫ്രാക്ടറി മെറ്റീരിയൽ. ഇതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നു? റിഫ്രാക്ടറി മെറ്റീരിയൽ വെച്ച് ലൈൻ ചെയ്തിട്ടുണ്ട്. കാരണം എന്താണ്?
ഇതിനകത്ത് ഇമ്മൻസ് ഹീറ്റിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ സ്ക്രാപ്പും പിഗ് അയണൊക്കെ മെൽറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹീറ്റൊന്നും പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ റിഫ്രാക്ടറി മെറ്റീരിയൽ അതിനകത്ത് ലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി കുപ്പോള എന്ന് പറഞ്ഞൊരു വെർട്ടിക്കൽ വാട്ടർ കൂൾഡ് സിലിണ്ടറാണ് വിച്ച് ഈസ് ലൈൻഡ് വിത്ത് റിഫ്രാക്ടറി മെറ്റീരിയൽ. ഇനി വേറെ എന്തൊക്കെയുണ്ട്? കൺസിസ്റ്റ് ഓഫ് വെർട്ടിക്കൽ സ്റ്റീൽ ഷെൽ വിച്ച് ഈസ് ലൈൻഡ് വിത്ത് റിഫ്രാക്ടറി വിഗ്. അതിനാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ദെൻ ചാർജ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദി ഫർണസ് ബോഡി ബൈ മീൻസ് ഓഫ് ആൻ ഓപ്പണിംഗ് അപ്രോക്സിമേറ്റ്ലി ഹാഫ് വേ ഓഫ് ദി വെർട്ടിക്കൽ ഷാഫ്റ്റ്. അപ്പോൾ ഈ ഒരു വെർട്ടിക്കൽ ബോഡിയിൽ ഏകദേശം പകുതിക്ക് മേളിൽ എന്തുണ്ട്, ഒരു ചാർജിങ് ഡോർ ഉണ്ട്. ആ ചാർജിങ് ഡോർ വഴിയാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ചാർജ് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ചാർജ് നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലുണ്ടാകും. ചാർജ് എന്ന് വെച്ചാൽ എന്താണ്, ഓൾട്ടർനേറ്റ് ലെയേഴ്സ് ഓഫ് മെറ്റൽ ടു ബി മെൽറ്റഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ പിഗ് അയണും സ്ക്രാപ്പും ആണെങ്കിൽ പിഗ് അയണും സ്ക്രാപ്പും ആണ് എന്താണ് മെറ്റൽ ടു ബി മെൽറ്റഡ്, നമുക്ക് മെൽറ്റ് ചെയ്യേണ്ട മെറ്റീരിയൽ. പിന്നെ കോക്ക് ഫ്യൂൽ ആൻഡ് ലൈം സ്റ്റോൺ ഫ്ലക്സ്. അപ്പോൾ നമ്മൾ ഓൾട്ടർനേറ്റ് ലെയർ ബൈ ലെയർ ആയിട്ടാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങളിവിടെ ഇവിടെ നോക്കൂ, ഈ ഫിഗറിൻ്റെ ഇവിടെ നോക്കൂ. നമ്പർ 1 കോക്ക് എന്നും നമ്പർ 2 ഫ്ലക്സ്, നമ്പർ 3 മെറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഫിഗറിനകത്ത് നോക്കി 3, 2, 1, 3, 2, 1, 3, 2, 1 എന്നൊരു ഓർഡറിൽ നമുക്ക് കാണാം. എന്ന് വെച്ചാൽ നമ്പർ 3 മെറ്റലാണ്, നമ്പർ 2 ഫ്ലക്സ് ആണ്, നമ്പർ 1 എന്ന് പറഞ്ഞാൽ കോക്കാണ്. അപ്പോൾ മെറ്റൽ ഫ്ലക്സ് ഫ്യൂവൽ അല്ലെങ്കിൽ കോക്ക്, മെറ്റൽ ഫ്ലക്സ് കോക്ക്, മെറ്റൽ ഫ്ലക്സ് കോക്ക്, അങ്ങനെ ആ ഒരു ഓർഡറിലാണ് നമ്മൾ ഇതിനകത്ത് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ചാർജ് കൺസിസ്റ്റ് ഓഫ് ഓൾട്ടർനേറ്റ് ലെയേഴ്സ് ഓഫ് മെറ്റൽ ടു ബി മെൽറ്റഡ്, കോക്ക് ഫ്യൂൽ ആൻഡ് ലൈം സ്റ്റോൺ ഫ്ലക്സ്. അങ്ങനെ ഓൾട്ടർനേറ്റ് ലെയർ ആയിട്ടാണ് ആഡ് ചെയ്യുന്നത്. ഈ ഓർഡറിലാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ചില എക്സാംസിന് ഏത് ഓർഡറിലാണ് ആഡ് ചെയ്യുന്നതുകൊണ്ട് പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്ന ചാർജ് എന്താണെന്നുണ്ട്. കുപ്പോള ഫർണസിൽ ആഡ് ചെയ്യുന്ന ചാർജ് എന്താണ്? ഇറ്റ് ഈസ് എ മിക്സർ ഓഫ് ഇറ്റ് ഈസ് ഓൾട്ടർനേറ്റ് ലെയേഴ്സ് ഓഫ് മെറ്റൽ ടു ബി മെൽറ്റഡ്, കോക്ക് ഫ്യൂവൽ ആൻഡ് ലൈം സ്റ്റോൺ ഫ്ലക്സ്. ഇനി ഈ ആഡ് ചെയ്യുന്ന ഓർഡറും ഉണ്ട്. ഏതൊക്കെയാണ്? മെറ്റൽ, ഫ്ലക്സ്, കോക്ക്, ഇങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. മനസ്സിലായോ? Then the fuel is burned in air which is introduced to tires positioned above the earth. അപ്പോൾ നമ്മൾക്കറിയാം, നമ്മൾ ബ്ലാസ്റ്റ് ഫർണസിൽ തന്നെ പഠിച്ചു എങ്ങനെയാണ് എന്തായാലും നമുക്ക് ബേണിങ്ങിന് അല്ലെങ്കിൽ കത്താൻ ആവശ്യമായിട്ട് എയർ ആവശ്യമുണ്ട്. ആ എയർ നമ്മൾ സപ്ലൈ ചെയ്യുന്ന പ്രൊവിഷൻസിനാണ് നമ്മൾ ടയേഴ്സ്, അല്ലെങ്കിൽ ഓപ്പണിങ്ങിനെയാണ് നമ്മൾ ടയേഴ്സ് എന്ന് പറഞ്ഞത്. ബ്ലാസ്റ്റ് ഫർണസിലും പോലെ തന്നെ കുപ്പോളയിലും എന്തുണ്ട്, ടയേഴ്സ് ഉണ്ട്. ആ ടയേഴ്സിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ എയർ സപ്ലൈ ചെയ്യുന്നത്. ദി ഫ്യൂൽ ഈസ് ബേൺഡ് ഇൻ എയർ വിച്ച് ഈസ് ഇൻട്രൊഡ്യൂസ് ടു ടയേഴ്സ് പൊസിഷൻ എബോവ് ദി ഹെർത്തിൻ്റെ ജസ്റ്റ് എബോവിൽ ടയേഴ്സ് എന്ന് പറഞ്ഞ ഓപ്പണിംഗ് ഉണ്ട്. ആ ഓപ്പണിങ്ങിലൂടെ ഈ ഓപ്പണിംഗ് ടയേഴ്സിലൂടെയാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, എയർ സപ്ലൈ ചെയ്യുന്നത്. ഇനി ഹോട്ട് ഗ്യാസസ് ജനറേറ്റഡ് ഇൻ ലോവർ പാർട്ട് ഓഫ് ദി ഷാഫ്റ്റ് അസെൻഡ് ആൻഡ് പ്രീ ഹീറ്റ് ദി ഡിസെൻഡിങ് ചാർജ്. മനസ്സിലായോ? ഇനി ഈ എയർ നമ്മൾ സപ്ലൈ ചെയ്യുന്ന എയർ എന്ത് ചെയ്യും, ഹോട്ട് ഗ്യാസസ് ജനറേറ്റഡ് ഇവിടെ ലോവർ പാർട്ട് ഈ താഴ്ഭാഗത്തിൽ ജനറേറ്റ് ചെയ്യുന്ന ഹോട്ട് ഗ്യാസസ് മേളിലോട്ട് പോകുന്തോറും എന്തായാലും താഴെയാണ് കമ്പഷൻ നടക്കുന്നത് നമുക്കറിയാം. ഈ കമ്പഷൻ റീജിയനിലൂടെ ആയിരിക്കും ഈ നമ്മൾ സപ്ലൈ ചെയ്യുന്ന ടയേഴ്സിലൂടെ സപ്ലൈ ചെയ്യുന്ന എയർ കമ്പഷൻ റീജിയനിലൂടെ കയറി മേളിലോട്ട് പോയി ചിമ്മിനിയിലൂടെ പുറത്തു പോകും. മനസ്സിലായോ? അപ്പോൾ ഈ എയർ കമ്പഷൻ റീജിയനിലെത്തി കുറേ ഹീറ്റായാണ് മേളിലോട്ട് പോകുന്നത്. അപ്പോൾ മേളിലോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും, അവിടെ മേളിലും ഓൾട്ടർനേറ്റ് ലെയേഴ്സ് ഓഫ് എന്തുണ്ട്, മെറ്റല്, കോക്കും ഫ്യൂലൊക്കെ ഉണ്ട്. ആ ഫ്യൂലിനെ പ്രീ ഹീറ്റ് ചെയ്തിട്ടായിരിക്കും അത് പോകുന്നത്. മനസ്സിലായോ? അപ്പോൾ ഹോട്ട് ഗ്യാസസ് ജനറേറ്റഡ് ഇൻ ദി ലോവർ പാർട്ട് ഓഫ് ദി ഷാഫ്റ്റ് അസെൻഡ് ആൻഡ് പ്രീ ഹീറ്റ് ദി ഡിസെൻഡ് ചാർജ്. താഴോട്ട് വരുന്നതുകൊണ്ടിരിക്കുന്ന ചാർജിനെ പ്രീ ഹീറ്റ് ചെയ്തുകൊണ്ടാണ് അതെന്ത് ചെയ്യുന്നത്, പുറത്തോട്ട് പോകുന്നത്. നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് വെല്ലാണ്. എന്താണ് വെല്ല്? ദി സ്പേസ് ബിറ്റ്വീൻ ബോട്ടം ഓഫ് ടയേഴ്സ്. അപ്പം നമ്മൾ എയർ സപ്ലൈ ചെയ്യുന്ന ടയേഴ്സിൻ്റെ ബോട്ടം എന്ന് വെച്ചാൽ താഴ്ഭാഗത്തും പിന്നെ ആൻഡ് സാൻഡ് ബെഡ് ഇൻസൈഡ് ദി സിലിണ്ടറിക്കൽ ഷെൽ. അപ്പോൾ സിലിണ്ടറിക്കൽ ഷെല്ലിനകത്തൊരു സാൻഡ് ബെഡ് ഉണ്ട്. കണ്ടോ? ഈ സാൻഡ് ബെഡും ടയേഴ്സിനും ഇടയിലുള്ള സ്ഥലത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, വെല്ലെന്ന് പറയുന്നത്. എന്തിനാണ് ഈ എന്താണ് വെല്ലിൻ്റെ ഫങ്ഷൻ? വെല്ലിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, it is a space between bottom of tires and sand bed inside the cylindrical shell of the cupola is called well of the cupola. അപ്പോൾ നമ്മുടെ ഈ ഒരു പോർഷനാണ് വെല്ലെന്ന് പറയുന്നത്. ഇനി ഈ വെല്ലിൻ്റെ ഫംഗ്ഷൻ എന്താണ്, ഇവിടെയാണ് മോൾട്ടൺ മെറ്റൽ വന്ന് കളക്റ്റഡ് ആവുന്നത്. മനസ്സിലായോ? ഇപ്പോൾ താഴേന്ന് വരുന്തോറും നമ്മൾ നേരത്തെ സപ്ലൈ ചെയ്ത എയർ പ്രീ ഹീറ്റ് ചെയ്തുകൊണ്ട് പുറത്തു പോയി ഈ നമ്മുടെ സപ്ലൈ ചെയ്തിരിക്കുന്ന ഓൾട്ടർനേറ്റ് ലെയേഴ്സ് ഓഫ് മെറ്റൽ, ഫ്ലക്സ് പിന്നെ ഫ്യൂവൽ, ഇതിനെ നമ്മൾ പ്രീ ഹീറ്റ് പുറത്തു പോയി. ഇനി താഴോട്ട് വരുന്തോറും ഇതെന്ത് ചെയ്യും, മെൽട്ടാകും. ഈ മെൽട്ടാകുന്ന മെറ്റൽ വന്ന് കളക്ട് ആകുന്ന റീജിയനാണ് നമ്മൾ വെല്ലെന്ന് പറഞ്ഞത്. ആസ് മെൽറ്റിംഗ് ഒക്കേഴ്സ് ദി മോൾട്ടൺ മെറ്റൽ ഈസ് ഗെറ്റ് കളക്റ്റഡ് ഇൻ ദിസ് പോർഷൻ ബിഫോർ ടേപ്പിംഗ് ഔട്ട്. നമ്മൾ പുറത്തോട്ട് എടുക്കുന്നതിന് മുന്നേ ഈ വെല്ലിൽ വന്നായിട്ട് എന്ത് ചെയ്യുന്നത്, അത് സ്റ്റോറായി നിൽക്കുന്നത്.
മനസ്സിലായോ? അപ്പോൾ ഈ വെല്ലിൽ വന്നത് സ്റ്റോറായി നിൽക്കും. എന്നിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ ടേപ്പ് ചെയ്ത് പുറത്തെടുക്കുന്നത്. ദെൻ അടുത്തെന്ന് പറഞ്ഞാൽ കമ്പഷൻ സോൺ. ഇനി 3 സോൺസുകളുണ്ട്. പല പല സോണുകളായിട്ട് നമ്മളെ കുപ്പോളയുടെ ഷെല്ലിനെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സോൺ എന്ന് പറഞ്ഞാൽ കമ്പഷൻ സോണാണ്. എന്താണ് കമ്പഷൻ സോൺ? കമ്പഷൻ സോൺ ഈസ് ഓൾസോ നോൺ ആസ് ഓക്സിഡൈസിങ് സോൺ. കമ്പഷൻ സോണിൻ്റെ വേറൊരു പേരാണ് ഓക്സിഡൈസിങ് സോൺ. കമ്പഷൻ ടേക്സ് പ്ലേസ് ഡ്യൂ ടു ഫ്രീ ഓക്സിജൻ കംപ്ലീറ്റ്ലി ഫ്രം ദി എയർ ബ്ലാസ്റ്റ് ആൻഡ് ജനറേറ്റ് ട്രമൻഡസ് ഹീറ്റ്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? കമ്പഷൻ ടേക്സ് പ്ലേസ് ഡ്യൂ ടു ഫ്രീ ഓക്സിജൻ കംപ്ലീറ്റ്ലി ഫ്രം ദി എയർ ബ്ലാസ്റ്റ്. നമ്മൾ സപ്ലൈ ചെയ്യുന്ന എയറിൽ നിന്ന് ഉള്ള ഫ്രീ ഓക്സിജനിലാണ് നമ്മൾ എന്ത് നടക്കുന്നത്? ഈ കമ്പഷൻ നടക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? ആൻഡ് ജനറേറ്റ് ട്രമൻഡസ് ഹീറ്റ്. ആ ടെമ്പറേച്ചർ എത്രത്തോളം ഉണ്ട്? ടെമ്പറേച്ചർ അച്ചീവ് ഇസ് അബൌട്ട് 1540 ഡിഗ്രി സെൽഷ്യസ് ടു 1870 ഡിഗ്രി സെൽഷ്യസ്. 1540 ഡിഗ്രി സെൽഷ്യസ് മുതൽ 1870 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലാണ്, അല്ലെങ്കിൽ ഈ ഒരു ടെമ്പറേച്ചർ റേഞ്ചിനാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്ന സ്ക്രാപ്പും പിന്നെ പിഗ്ഗാണ് മെൽട്ടാകുന്നത്. മനസ്സിലായി? അപ്പോൾ ഈ കമ്പഷൻ സോണിലാണ് സത്യം പറഞ്ഞാൽ കമ്പഷൻ നടക്കുന്നതും ആ കമ്പഷൻ കാരണം ഉണ്ടാകും. അപ്പം കമ്പഷൻ വേണ്ടുന്ന ഓക്സിജൻ അല്ലെങ്കിൽ ഫ്രീ ഓക്സിജൻ എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മൾ സപ്ലൈ ചെയ്യുന്ന എയറിൽ നിന്ന്. ഇനി ആ സപ്ലൈ ചെയ്യുന്ന എയറിലെ ഫ്രീ ഓക്സിജൻ വെച്ച് കമ്പഷൻ നടക്കുകയും ആ കമ്പഷൻ മുഖാന്തരം ഉണ്ടാകുന്ന ഹൈ ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യുന്നു? ഈ മോൾട്ടൺ മെറ്റൽ ഈ പിഗ്ഗാണും സ്ക്രാപ്പും മെൽട്ടാവുകയും ചെയ്യുന്നുണ്ട്. അടുത്ത സോണാണ് റെഡ്യൂസിങ് സോൺ. എന്താണ് റെഡ്യൂസിങ് സോൺ എന്ന് പറഞ്ഞാൽ? റെഡ്യൂസിങ് സോൺ ഓഫ് കുപ്പോള ഈസ് ഓൾസോ നോൺ ആസ് പ്രൊട്ടക്റ്റീവ് സോൺ. ഇതിനെ നമ്മൾ പ്രൊട്ടക്റ്റീവ് സോൺ എന്നൊരു പേര് കൂടെ ഉണ്ട്. റെഡ്യൂസിങ് സോൺ നമുക്ക് വേറെന്ത് പറയുന്നുണ്ട്? പ്രൊട്ടക്റ്റീവ് സോൺ എന്നും പറയുന്നുണ്ട്. ഈ റെഡ്യൂസിങ് സോൺ എവിടെയാണ് കാണപ്പെടുന്നത്? ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ അപ്പർ ലെവൽ ഓഫ് കമ്പഷൻ സോണിൻ്റെ മേൽഭാഗം മുതലും ആൻഡ് അപ്പർ ലെവൽ ഓഫ് കോക്ക് ബെഡ്. കേട്ടോ? അപ്പോൾ കോക്ക് ബെഡ് മുതൽ കമ്പഷൻ സോൺ വരെ ഉള്ള പോർഷനാണ് നമ്മൾ റെഡ്യൂസിങ് സോൺ എന്ന് പറയുന്നത്. മനസ്സിലായോ? കമ്പഷൻ സോണിൻ്റെ മേൽത്തട്ട് മുതൽ കോക്ക് ബെഡിൻ്റെ അപ്പർ ലെവൽ വരെയുള്ള റീജിയനെ നമ്മൾ റെഡ്യൂസിങ് സോൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് മെൽറ്റിംഗ് സോൺ. എന്താണ് മെൽറ്റിംഗ് സോൺ എന്ന് പറഞ്ഞാൽ? ദി മെറ്റൽ ചാർജ് ഗെറ്റ് സ്റ്റാർട്ട്സ് മെൽറ്റിംഗ് ഇൻ ദി സോൺ. മെൽറ്റിംഗ് സോണിലാണ് നമ്മൾ ആഡ് ചെയ്യുന്ന മെറ്റൽ മെൽട്ടാകുന്നത്. മെൽട്ടായി എന്ത് സംഭവിക്കും? മെൽട്ടായിട്ട് താഴോട്ട് വരും അല്ലേ? മെൽട്ടായി താഴോട്ട് വെല്ലിൽ വന്ന് കളക്ട് ആവും. ആൻഡ് ട്രിക്കിൾസ് ഡൗൺ ത്രൂ കോക്ക് ബെഡ്. കോക്ക് ബെഡിലൂടെ താഴെ വന്ന് വെല്ലിൽ കളക്ട് ആവും. മനസ്സിലായോ? ദി ലോവർ ലെയർ ഓഫ് മെറ്റൽ ചാർജ് എബോവ് ദി ലോവർ ലെയർ ഓഫ് ദി കോക്ക് ബെഡ്. അപ്പോൾ ഈ മെൽറ്റിംഗ് സോൺ എവിടെയാണ് കാണപ്പെടുന്നത്? മെറ്റൽ ചാർജിൻ്റെ ലോവർ ലെയർ മുതൽ കോക്ക് ബെഡിൻ്റെ ലോവർ ലെയർ വരെയാണ് മെൽറ്റിംഗ് സോണ് കാണപ്പെടുന്നത്. അടുത്തത് പ്രീ ഹീറ്റിംഗ് സോണാണ്. എന്താണ് പ്രീ ഹീറ്റിംഗ് സോൺ? എവിടെയാണ് പ്രീ ഹീറ്റിംഗ് സോൺ കാണുന്നത്? ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം അപ്പർ എൻഡ് ഓഫ് ദി മെൽറ്റിംഗ് സോൺ. മെൽറ്റിംഗ് സോണിൻ്റെ മേൽത്തട്ട് മുതൽ എവിടെയാണ്? കണ്ടിന്യൂസ് അപ് ടു ബോട്ടം ലെവൽ ഓഫ് ചാർജിങ് ഡോർ. ചാർജിങ് ഡോറിൻ്റെ തൊട്ട് താഴെ വരെ. എന്ന് വെച്ചാൽ എന്താണ്? മെൽറ്റിംഗ് സോൺ തീരുന്നത് മുതൽ മെൽറ്റിംഗ് സോൺ ഇവിടെയാണ്. മെൽറ്റിംഗ് സോൺ മുതൽ ചാർജിങ് ഡോറിൻ്റെ തൊട്ട് താഴെ വരെയാണ് നമ്മൾ പ്രീ ഹീറ്റിംഗ് സോൺ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ പ്രീ ഹീറ്റിംഗ് സോണിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഓൾട്ടർനേറ്റ് ലെയേഴ്സ് ഓഫ് കോക്ക് ബെഡ്, ഫ്ലക്സ് ആൻഡ് മെറ്റൽ ചാർജ്. അപ്പോൾ പ്രീ ഹീറ്റിംഗ് സോണിലാണ് ഓൾട്ടർനേറ്റ് ലെയേഴ്സ് ഓഫ് കോക്ക് ബെഡും ഫ്ലക്സും മെറ്റൽ ചാർജും കാണുന്നത്. കേട്ടോ? അപ്പോൾ ഒബ്ജക്റ്റീവ് എന്താണ്? ഈ പ്രീ ഹീറ്റിംഗ് സോൺ ഒബ്ജക്റ്റീവ് എന്താണ്? ഒബ്ജക്റ്റീവ് ഓഫ് ദി സോൺ ഈസ് ടു പ്രീ ഹീറ്റ് ദി ചാർജസ് ഫ്രം റൂം ടെമ്പറേച്ചർ മുതൽ ടെമ്പറേച്ചറിനെ പ്രീ ഹീറ്റ് ചെയ്യുക. എത്രത്തോളം ടെമ്പറേച്ചർ വരെ? 1090 ഡിഗ്രി സെൽഷ്യസ് വരെ പ്രീ ഹീറ്റ് ചെയ്യുന്നു. ബിഫോർ എൻറ്ററിങ് ദി മെൽറ്റിംഗ് സോൺ. അപ്പോൾ മെൽറ്റിംഗ് സോണിൽ എത്തുന്നതിന് മുന്നേ തന്നെ ഏകദേശം 1000 ടെമ്പറേച്ചറിന് എബോവ് വരെ പ്രീ ഹീറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ പ്രീ ഹീറ്റ് ചെയ്യുന്നതാണ് എവിടെ വെച്ച്? ഈ പ്രീ ഹീറ്റിംഗ് സോണിൽ വെച്ച്. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ പ്രീ ഹീറ്റ് ചെയ്യാനുള്ള ടെമ്പറേച്ചർ എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മൾ ടയേഴ്സിലൂടെ സപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ ബ്ലാസ്റ്റ് ചെയ്യുന്ന എയർ കമ്പഷൻ സോണിൽ ഹീറ്റായി മേലോട്ട് പോകുമ്പോൾ അവിടെ ഇരിക്കുന്ന ചാർജിൽ കൂടെ സപ്ലൈ ചെയ്തിട്ടാണ് ചിമ്മിനിൽ വഴി പുറത്തു പോകുന്നത്. അങ്ങനെയാണ് ഇത് പ്രീ ഹീറ്റ് ആവുന്നത്. മനസ്സിലായോ? ഈ ഓൾട്ടർനേറ്റ് ലെയേഴ്സ് ഓഫ് ഫ്യൂവലിനെയും ഫ്ലക്സിനെയും പ്രീ ഹീറ്റ് ചെയ്തുകൊണ്ടാണ് ഈ എയർ പുറത്തു പോകുന്നത്. അപ്പം എന്തുകൊണ്ടാണ് പ്രീ ഹീറ്റിംഗ് കൊണ്ടുള്ള ഉപയോഗം എന്ന് വെച്ചാൽ, അപ്പോൾ ഇത്രയും ഹൈ ടെമ്പറേച്ചറിൽ പ്രീ ഹീറ്റായി മെൽറ്റിംഗ് സോണിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ കമ്പഷൻ സോണിലോട്ട് വരുമ്പോൾ നമുക്ക് അവിടെ കുറച്ച് ഹീറ്റ് സപ്ലൈ ചെയ്താൽ മതി. ഓൾറെഡി ഹീറ്റഡ് ആണ്. ഇനി കുറച്ചുകൂടി ഹീറ്റ് കൊടുത്താൽ മതി. എന്ത് ചെയ്യാൻ വേണ്ടി? അതിനെ മെൽറ്റ് ചെയ്യാൻ വേണ്ടി. മനസ്സിലായോ? ഒബ്ജക്റ്റീവ് ഓഫ് പ്രീ ഹീറ്റിംഗ് സോൺ ഈസ് ടു പ്രീ ഹീറ്റ് ദി ചാർജ് ഫ്രം റൂം ടെമ്പറേച്ചർ ടു അബൌട്ട് 1090 ഡിഗ്രി സെൽഷ്യസ് ബിഫോർ എൻറ്ററിങ് ടു ദി മെൽറ്റിംഗ് സോൺ.
ഇനി നമുക്ക് ഓരോ പോർഷൻ, അപ്പം സോൺസ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എത്ര സോൺസ് പഠിച്ചു? 4 നമ്മൾ സോൺസ് പഠിച്ചു. ഒന്ന് പ്രീ ഹീറ്റിംഗ് സോൺ, ദെൻ മെൽറ്റിംഗ് സോൺ, റെഡ്യൂസിങ് സോൺ ആൻഡ് കമ്പസ്റ്റൻ സോൺ. അപ്പോൾ അങ്ങനെ 4 സോൺ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾക്ക് ഈ കുപ്പോള നമ്മൾ ബ്ലാസ്റ്റ് ഫർണസ് പറഞ്ഞ പോലെ തന്നെ പല റീജിയൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഈ സ്റ്റാക്ക്. എന്താണ് സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ ഈ ഡോറിന് എബോ അല്ലെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്ന നമ്മുടെ ചാർജസിന് മേളിലോട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, വേക്കൻറ്റ് സ്പേസ് ആണ്, കണ്ടോ, എം ടി പോർഷനാണ്. അപ്പോൾ എം ടി പോർഷൻ ഓഫ് ദി കുപ്പോള എബോവ് ദി പ്രീ ഹീറ്റിംഗ് സോൺ. പ്രീ ഹീറ്റിംഗ് സോണിന് മേളിൽ കാണുന്ന എം ടി റീജിയൻ അല്ലെങ്കിൽ എം ടി പോർഷനാണ് നമ്മൾ സ്റ്റാക്ക് എന്ന് പറയുന്നത്. എന്തിനാണ് ഈ സ്റ്റാക്കിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡ്സ് ദി പാസേജ് ടു ഹോട്ട് ഗ്യാസസ് ടു ഗോ ടു അറ്റ്മോസ്ഫിയർ ഫ്രം ദി കുപ്പോള ഫർണസ്. അപ്പോൾ ഈ കുപ്പോള ഫർണസ് നമ്മൾ ടയേഴ്സിലൂടെ സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് ഇതുവഴി കയറി കമ്പോസ്റ്റിന് ആവശ്യമുള്ള എയറൊക്കെ സപ്ലൈ ചെയ്ത് ഈ ഒരു ചാർജിനെ പ്രീ ഹീറ്റ് ചെയ്ത് ഇതുവഴി പുറത്തോട്ട് പോകും. മനസ്സിലായോ? അപ്പോൾ സ്റ്റാക്ക് പ്രൊവൈഡ്സ് ദി പാസേജ് ടു ദി ഹോട്ട് ഗ്യാസസ്. ഹോട്ട് ഗ്യാസിന് പുറത്തോട്ട് പോകാനുള്ള വഴിയൊരുക്കുകയാണ് ഈ സ്റ്റാക്കിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. സ്റ്റാക്ക് പ്രൊവൈഡ് ദി പാസേജ് ടു ഹോട്ട് ഗ്യാസസ് ടു ഗോ ടു ദി അറ്റ്മോസ്ഫിയർ ഫ്രം ദി കുപ്പോള ഫർണസ്. തെർമൽ എഫിഷ്യൻസി ഓഫ് കുപ്പോള ഫർണസ്. എന്താണ് തെർമൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ? കുപ്പോള ഫർണസിൻ്റെ തെർമൽ എഫിഷ്യൻസി എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നിരിക്കുന്നു? തെർമൽ എഫിഷ്യൻസി ഓഫ് കുപ്പോള ഫർണസ് ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ഹീറ്റ് ആക്ച്വലി യൂട്ടിലൈസ്ഡ് ഇൻ മെൽറ്റിംഗ് ആൻഡ് സൂപ്പർ ഹീറ്റിംഗ് ദി മെറ്റൽ. നമ്മൾ സപ്ലൈ ചെയ്ത പിഗ് അയണിൻ്റെയും സ്ക്രാപ്പിൻ്റെയും സൂപ്പർ ഹീറ്റ് ചെയ്യാനും മെൽറ്റ് ചെയ്യാനും എന്തുമാത്രം ഹീറ്റ് യൂട്ടിലൈസ് ചെയ്യാനും ആവശ്യമായി വന്നു. ടു ദി ഹീറ്റ് ഇൻവോൾവ്ഡ് ഇൻ ഇറ്റ് ത്രൂ വേരിയസ് മീൻസ്. എന്നിട്ട് ഈ കുപ്പോളയ്ക്കകത്ത് പലതരം മീൻസിലൂടെ ഹീറ്റ് ഇവോൾവ് ആയിട്ടുണ്ട് അല്ലേ? ടോട്ടൽ ഹീറ്റ് ജനറേറ്റഡ് ഇൻ ദി കുപ്പോള. മനസ്സിലായോ? അപ്പോൾ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ഹീറ്റ് ആക്ച്വലി യൂട്ടിലൈസ്ഡ് ഇൻ മെൽറ്റിംഗ് ആൻഡ് സൂപ്പർ ഹീറ്റിംഗ് ദി മെറ്റൽ ടു ദി ഹീറ്റ് ഇവോൾവ് ഇൻ ഇറ്റ് ത്രൂ ദി വേരിയസ് മീൻസ്. അപ്പോൾ ഹീറ്റ് ഇവോൾവ് ഇൻ ത്രൂ വേരിയസ് മീൻസ് എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, അത് എന്തൊക്കെയാണെന്ന് അറിയണം. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഹീറ്റ് ഇവോൾവ് ആകുന്നത്? അപ്പോൾ ദ ഹീറ്റ് ഇൻവോൾവ്സ് ഏതൊക്കെയാണ്? ഹീറ്റ് ഡ്യൂ ടു ബേണിംഗ് ഓഫ് കോക്ക് കത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ഹീറ്റ് ഇവോൾവ് ഡ്യൂ ടു ഓക്സിഡേഷൻ ഓഫ് അയൺ, സിലിക്കൺ ആൻഡ് മാംഗനീസ്. അയൺ, സിലിക്കൺ, മാംഗനീസ് ഒക്കെ ഓക്സിഡൈസ് ആകുമ്പോൾ അല്ലെങ്കിൽ ഓക്സിഡൈസ് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റ് അല്ലെങ്കിൽ ഇവോൾവ് ആകുന്ന ഹീറ്റ്. ദെൻ ഹീറ്റ് സപ്ലൈഡ് ബൈ എയർ ബ്ലാസ്റ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളിലൂടെയാണ് ടോട്ടൽ ഹീറ്റ് നമ്മുടെ കുപ്പോളയ്ക്കകത്ത് ഉണ്ടാകുന്നത്. മനസ്സിലായോ? എന്തൊക്കെ? കോക്ക് കത്തുമ്പോൾ, ദെൻ ഓക്സിഡേഷൻ ഓഫ് അയൺ, സിലിക്കൺ ആൻഡ് മാംഗനീസ്, പിന്നെ ഈ സപ്ലൈഡ് ബൈ എയർ ബ്ലാസ്റ്റ്. അപ്പോൾ ഡ്യൂറിങ് മെൽറ്റിംഗ് ഇറ്റ് ഈസ് ഒബ്സർവ് ദാറ്റ്. അപ്പോൾ നമ്മുടെ ഈ ടോട്ടൽ മെൽറ്റിംഗ് പ്രോസസ്സിൽ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് അപ്രോക്സിമേറ്റ്ലി 48 to 70% ഓഫ് ദി ഹീറ്റ് ഇവോൾവ് ഈസ് ഗോയിങ് ആസ് വേസ്റ്റ്. നമ്മൾ ഈ കുപ്പോളയ്ക്കകത്ത് ടോട്ടൽ ഉണ്ടാകുന്ന ഹീറ്റിൽ ഏകദേശം 48 മുതൽ 70% ഹീറ്റും വേസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. എന്ന് വെച്ചാൽ നമ്മൾക്ക് അത്രയും ഏകദേശം ഇതിൻ്റെ ബാക്കി ശതമാനം ഹീറ്റ് മാത്രമേ നമ്മൾക്ക് യഥാർത്ഥത്തിൽ നമ്മൾ സപ്ലൈ ചെയ്യുന്ന മെറ്റലിനെ അല്ലെങ്കിൽ പിഗ് അയണിനെയും സ്ക്രാപ്പിനെയൊക്കെ മെൽറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം വേസ്റ്റായിട്ട് പുറത്തു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാസ്റ്റ് അയൺ, ദെൻ മേക്കിംഗ് ഓഫ് കാസ്റ്റ് അയൺ ആണ്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് കാസ്റ്റ് അയൺ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റീൽ മേക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഏതൊരു കാസ്റ്റ് അയൺ ആയാലും സ്റ്റീലായാലും, അത് ഏത് ടൈപ്പ് ഓഫ് കാസ്റ്റ് അയൺ ആയാലും സ്റ്റീലായാലും നമ്മൾ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ റോ മെറ്റീരിയൽ പിഗ് അയൺ ആണ് അല്ലേ? പിഗ് അയൺ ബ്ലാസ്റ്റ് ഫർണസിൽ നമുക്ക് പിഗ് അയൺ കിട്ടുന്നത് പിഗ് അയൺ ആണ്. ഏതൊരു കാസ്റ്റ് ആണെങ്കിലും സ്റ്റീൽ ആയാലും അതിൻ്റെ റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൊഡക്ഷൻ മെത്തേഡിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്, റോട്ട് അയണും സ്റ്റീലും കാസ്റ്റ് അയണൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റീൽ മേക്കിംഗ് ആണ്. എങ്ങനെയാണ് നമ്മൾ പിഗ് അയണിൽ നിന്ന് സ്റ്റീൽ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നാണ്. അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് സ്റ്റീൽ പ്രൊഡക്ഷൻ ആണ് പറയുന്നത്. അപ്പോൾ സ്റ്റീൽ മേക്കിംഗ് ഈസ് ദി പ്രോസസ് ഓഫ് റിമൂവിങ് ഇമ്പ്യൂരിറ്റീസ് ഫ്രം പിഗ് അയൺ. കണ്ടോ, ഇവിടെ ഇമ്പ്യൂരിറ്റി നമ്മുടെ റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ പിഗ് അയൺ തന്നെയാണ്. സ്റ്റീൽ മേക്കിംഗ് ഈസ് ദി പ്രോസസ് ഓഫ് റിമൂവിങ് ഇമ്പ്യൂരിറ്റി ഫ്രം പിഗ് അയൺ ആൻഡ് ദെൻ ആഡിങ് സർട്ടൻ എലമെൻറ്റ്സ് ഇൻ പ്രീ ഡിറ്റർമിൻഡ് എമൗണ്ട് ടു അറൈവ് ദി ഡിസൈഡ് കെമിക്കൽ കോമ്പോസിഷൻ ആൻഡ് പ്രോപ്പർട്ടീസ് ഇൻ ഫൈനൽ മെറ്റൽ. ഇപ്പോൾ സ്റ്റീൽ എന്ന് പറയുമ്പോൾ ഫോർ എ പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റീലുണ്ട്. അത് നമ്മളിനി
എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അലോയ്സ് ആൻഡ് സ്റ്റീൽസ്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അലോയ്സ് ആൻഡ് അലോയിങ് എലമെൻറ്റ്സ് ഇൻ സ്റ്റീൽ എന്ന് പറഞ്ഞൊരു ഇത് പഠിക്കും. ഒരു PPT സെപ്പറേറ്റ് നമ്മൾ നോക്കും. അതിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റീലും ഡിഫറെൻറ്റ് അലോയിങ് എലമെൻറ്റ്സ് ഇൻ സ്റ്റീൽ നമ്മൾ സെപ്പറേറ്റ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് സ്റ്റീൽ മേക്കിംഗ് എന്ന് പറയുന്നത് എന്താണ്, പ്രോസസ് ഓഫ് റിമൂവിങ് ഇമ്പ്യൂരിറ്റി ഫ്രം റോ മെറ്റീരിയൽ. റോ മെറ്റീരിയൽ എന്താണ്, പിഗ് അയൺ. പിഗ് അയണിൽ നിന്ന് നമുക്ക് ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ചെയ്ത് ഇനി നമുക്ക് എന്ത് പ്രോപ്പർട്ടീസ് ആണോ അല്ലെങ്കിൽ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് സ്റ്റീലാണോ ഉണ്ടാക്കുന്നത് അതിന് അനുയോജ്യമായിട്ടുള്ള എലമെൻറ്റ്സ് നമ്മൾ ആഡ് ചെയ്ത് നമ്മൾക്ക് ആവശ്യമുള്ള കെമിക്കൽ കോമ്പോസിഷനിൽ എത്തിച്ചേരുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള ഒരു പർട്ടിക്കുലർ കെമിക്കൽ കോമ്പോസിഷൻ എടുക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള പ്രോപ്പർട്ടീസ് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് എന്ത് പ്രോപ്പർട്ടീസാണ് വേണ്ടത് അതിന് അനുയോജ്യമായിട്ടുള്ള കെമിക്കൽ കോമ്പോസിഷൻ നമ്മൾ എത്തിച്ചേരുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മെത്തേഡ് ഓഫ് മേക്കിംഗ് സ്റ്റീൽ: ക്രൂസിബിൾ പ്രോസസ്, ദെൻ ബെസമർ കൺവെർട്ടർ പ്രോസസ്, ഓപ്പൺ ഹെർത്ത് പ്രോസസ്, ഓക്സിൻ സ്റ്റീൽ മേക്കിംഗ്, ഇലക്ട്രിക് ഫർണസ് പ്രോസസ്, ദെൻ സ്പ്രേ റിഫൈനിങ് പ്രോസസ്. അപ്പോൾ ഇതിൽ OH പ്രോസസ്സ്, ഓപ്പൺ ഹെർത്ത് പ്രോസസ്സും ബെസമർ കൺവെർട്ടർ പ്രോസസ്സും ഓക്സിൻ സ്റ്റീൽ മേക്കിംഗ് പ്രോസസ്സ്, ഇതിന് പല എക്സാംസിന് ഇങ്ങനെ മാറി മാറി ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് വിച്ച് അമംഗ് ദി ഫോളോയിങ് ഈസ് എ സ്റ്റീൽ പ്രൊഡക്ഷൻ മെത്തേഡ്. സ്റ്റീൽ പ്രൊഡക്ഷൻ മെത്തേഡ് ഏതാണ്? ബെസമർ കൺവെർട്ടർ പ്രോസസ്സ്, ഓപ്പൺ ഹെർത്ത് ഫർണസ്, ഓക്സിൻ സ്റ്റീൽ മേക്കിംഗ്. ഇത് മൂന്നും മാറി മാറി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മെത്തേഡ് ഓഫ് മേക്കിംഗ് സ്റ്റീൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒന്ന് ഓക്സിജൻ സ്റ്റീൽ മേക്കിംഗ്. അതിൽ 3 ടൈപ്പ് വരുന്നു: LD പ്രോസസ്സ്, LDAC പ്രോസസ്സ്, ദെൻ കൾഡോ പ്രോസസ്സ്, ദെൻ ഇലക്ട്രിക് ഫർണസ് പ്രോസസ്സ്. എന്താണ് ആർക്ക് ഫർണസ്, ഇൻഡക്ഷൻ ഫർണസ്. അപ്പോൾ ഒന്ന് LD പ്രോസസ്സ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഫോർ കൺവേർട്ടിങ് അയൺ ടു സ്റ്റീൽ. ഇല്ലേ, പിഗ് അയണിനെ സ്റ്റീലായി കൺവേർട്ട് ചെയ്ത് നമ്മൾ ബേസിക്കലി LD പ്രോസസ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇലക്ട്രിക് ഫർണസുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ടു മെൽറ്റ് എക്സസ് സ്ക്രാപ്പ് ആൻഡ് ഫോർ മേക്കിംഗ് അലോയ് സ്റ്റീൽ. ദെൻ ബെസമർ ഓപ്പൺ ഹെർത്ത് ആണെങ്കിലോ ആർ വൈഡ്ലി യൂസ്. ബട്ട് ബെസമറും ഓപ്പൺ ഹെർത്ത് പ്രോസസ്സും എന്ന് പറഞ്ഞാൽ സ്റ്റീൽ മേക്കിങ്ങിന് ഉപയോഗിക്കുന്ന 2 പ്രോസസ്സുകളാണ്. പക്ഷേ ഇനി ഇപ്പോഴത്തെ പ്രശ്നം വെച്ചാൽ ഇത് വളരെ വൈഡ്ലി യൂസ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണ്, ബട്ട് ഗ്രാജുവലി ബിക്കമിങ് ഒബ്സൊലസെൻറ്റ് കേട്ടോ. ഇപ്പോൾ നിലവിൽ എന്താണ് അന്യം നിന്ന് വരുന്ന ഒരു 2 പ്രോസസ്സാണ് ഇത്. എന്ന് വെച്ചാൽ ഇതിപ്പോൾ വളരെ അങ്ങനെ ഒരു സമയത്ത് വളരെ വൈഡായിട്ട് ഉപയോഗിച്ചതെങ്കിലും ഇപ്പോൾ അങ്ങനെ ഉപയോഗിച്ചിരുന്നത്. കാരണം ഇപ്പോൾ കൂടുതലും നമ്മൾ ഇലക്ട്രിക് ഫർണസുകളൊക്കെയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പം ഫസ്റ്റ് ക്രൂസിബിൾ പ്രോസസ്സ്. എന്താണ് ക്രൂസിബിൾ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ? എക്സ്റ്റിങ് നൗ. ഇതിപ്പോൾ ഉപയോഗിക്കുന്നില്ല. അതിന് കാരണം നമ്മളിപ്പോൾ അങ്ങോട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് എന്നുള്ളത്. ഓൺലി മെൽറ്റിംഗ് ആൻഡ് അലോയിങ് പ്രോസസ്സ്. നമ്മളിവിടെ ചെയ്യുന്നത് മെൽറ്റിങ്ങും അലോയിങ്ങും മാത്രമാണ്. എന്ന് വെച്ചാൽ സ്ക്രാപ്പും നമ്മൾ പിഗ്ഗനും കൂടി ഇടുന്നു, മെൽറ്റ് ചെയ്യുന്നു, എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള അലോയിങ് എലമെൻറ്റ്സ് നമ്മൾ ആഡ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ മെൽറ്റിംഗ് റോട്ട് അയൺ, സ്ക്രാപ്പ് ആൻഡ് കാർബൺ ഇൻ ദി ഗ്രാഫൈറ്റ് ക്രൂസിബിൾ. ഇവിടെ ഒരു ഗ്രാഫൈറ്റ് ക്രൂസിബിളിലാണ് നമ്മളിത് ഇവിടെ കാണിച്ചിരുന്നുണ്ട്. ഒരു ഗ്രാഫൈറ്റ് ക്രൂസിബിളിലാണ് നമ്മൾ ഈ പ്രോസസ്സുകളെല്ലാം ചെയ്യുന്നത്. മനസ്സിലായോ? ദെൻ ഫോർ അലോയ് സ്റ്റീൽ, ടങ്സ്റ്റൻ ആൻഡ് ക്രോമിയം ആർ ആൾസോ പ്ലേസ്ഡ് ഇൻ ദി ക്രൂസിബിൾ. ഇപ്പോൾ അലോയ് സ്റ്റീൽസ് ആണെങ്കിൽ നമ്മൾ ടങ്സ്റ്റനും ക്രോമിയം കൂടി നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് എന്താണ് ദാറ്റ് ബേസ്ഡ് ഓൺ ഏത് ടൈപ്പ് ഓഫ് സ്റ്റീലാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഏത് അലോയ് സ്റ്റീൽ അലോയാണോ ഉപയോഗിക്കുന്നത്, നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്, അതിനനുസരിച്ചുള്ള അലോയിങ് എലമെൻറ്റ്സ് നമ്മൾ ക്രൂസിബിളിൽ ആഡ് ചെയ്യും. ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എക്സലൻറ്റ് ക്വാളിറ്റി ഓഫ് സ്റ്റീൽ ക്യാൻ ബി മെയ്ഡ്. നല്ല ക്വാളിറ്റിയുള്ള സ്റ്റീൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നന്നായിട്ട് നമുക്ക് കോമ്പോസിഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. ദെൻ ക്രൂസിബിൾ ക്യാൻ ഹോൾഡ് ഓൺലി എ സ്മോൾ എമൗണ്ട് ഓഫ് മെറ്റൽ. ഇതുകൊണ്ടാണ് നമ്മളിപ്പോൾ എക്സ്റ്റിങ് നൗ എന്ന് ആദ്യമേ പറഞ്ഞത്. ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ക്രൂസിബിളിന് സ്മോൾ എമൗണ്ട് ഓഫ് മെറ്റൽ മാത്രമേ ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല ദിസ് പ്രോസസ് ഇസ് സ്ലോ ആൻഡ് എക്സ്പെൻസീവ്. ഈ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സ്ലോ ആണ്, അതേപോലെ തന്നെ എക്സ്പെൻസീവും ആണ് കേട്ടോ. ഇതാണ് ക്രൂസിബിൾ പ്രോസസ്സ്. ദെൻ ഈ ക്രൂസിബിൾ പ്രോസസ്സിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന നമ്മൾ ക്രൂസിബിൾ സ്റ്റീൽ എന്ന് പറയും. അത് എന്തിനൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഫോർ മേക്കിംഗ് നൈഫ് ആൻഡ് അതർ വെപ്പൺസ്, വാച്ച് സ്പ്രിങ്സ്, പെൻഡുലം, ദെൻ കമ്പോണൻസ് ഫോർ വേരിയസ് മെക്കാനിസം. അപ്പോൾ ഇത് വെറുതെ അഡീഷണൽ ഇൻഫോർമേഷൻ പോലെ പറഞ്ഞു തന്നേ ഉള്ളൂ. നെക്സ്റ്റ് ഈസ് ബെസമർ കൺവെർട്ടർ പ്രോസസ്സ്. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, ബെസമർ കൺവെർട്ടർ പ്രോസസ്സ് എന്ന് ഓർത്തുകഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി അപ്പോൾ തന്നെ മനസ്സിലായി ഇതൊരു സ്റ്റീൽ മേക്കിംഗ് പ്രോസസ്സാണെന്ന് ഓർമ്മ വരിക. അത് തന്നെയാണ്. അല്ലെ ബെസമർ പ്രോസസ്സ് എന്താണെന്നും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും എക്സാമൊന്നും ചോദിച്ചില്ല. ബെസമർ കൺവെർട്ടർ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റീൽ മേക്കിംഗ് പ്രോസസ്സാണ് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇത് നമ്മൾ വെറുതെ പേര് മാത്രം പഠിച്ചിട്ട് കാര്യം, അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുകയും വേണം. അതുകൊണ്ടാണ് അതിൻ്റെ കുറച്ച് വളരെ സിമ്പിളായിട്ട് എൻ്റെ കാര്യങ്ങൾ കൂടി പറഞ്ഞു പോകുന്നത്. ബെസമർ പ്രോസസ് എന്ന് വെച്ചാൽ കൺസിസ്റ്റിംഗ് ഓഫ് ബ്ലോയിങ് കംപ്രസ്ഡ് എയർ അപ്വേർഡ് ത്രൂ എ റിഫ്രാക്ടറി ലൈൻഡ് വെസൽ. ഒരു റിഫ്രാക്ടറി ലൈൻഡ് വെസലുണ്ട്. അതിലൂടെ എന്താണ് എയർ ഇങ്ങനെ ടയേഴ്സിലൂടെ മേലോട്ട് ബ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ടയേഴ്സ് എന്നൊരു വാക്ക്. എന്താണ് ടയേഴ്സ് എന്ന് പറഞ്ഞാൽ
ഫർണസ് അത് ഏത് ഫർണസ് ആയിക്കോട്ടെ, അതിലൂടെ നമ്മൾക്ക് കത്താൻ സഹായിക്കുന്ന, അല്ലെങ്കിൽ ഓക്സിജൻ സഹായിക്കുന്ന, അല്ലെങ്കിൽ കത്താൻ സഹായിക്കുന്ന എയർ നമ്മൾ എക്സ്റ്റേണലി നമ്മൾ ഫർണസിനകത്തോട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ എയർ സപ്ലൈ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുള്ള പ്രൊവിഷൻസ് അല്ലെങ്കിൽ ആ ഒരു പാസേജിനാണ് നമ്മൾ ടയേഴ്സ് എന്ന് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ഒത്തിരി എക്സാമിന് ടയേഴ്സ് ചോദിച്ചിട്ടുണ്ട്. ബെസ്സമർ കൺവെർട്ടർ പ്രോസസ് കൺസിസ്റ്റ് ഓഫ് ബ്ലോയിങ് കംപ്രസ്ഡ് അപ്വേർഡ് ത്രൂ റിഫ്രാക്റ്ററി ആൻഡ് വെസൽ നോൺ ആസ് കൺവെർട്ടർ കണ്ടെയ്നിങ് മോൾട്ടൺ പിഗ് അയൺ. ഇനി അപ്പോൾ ഇതാണ് എന്ത് പിക്ചറൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് മോൾട്ടൺ മെറ്റലുണ്ട്, മോൾട്ടൺ സ്റ്റീലുണ്ട്. ഇതുവഴി എന്ത് എയർ നമ്മൾ ടയേഴ്സിലൂടെ ബ്ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തൊരു അതിൻ്റെ മെക്കാനിസമാണ് കാണുന്നത്. ചാർജ് ചെയ്യുന്നു, ദെൻ ബ്ലാസ്റ്റിംഗ്, എയർ ബ്ലോ ചെയ്യുന്നു, ദെൻ എല്ലാം മെൽറ്റ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുന്നു, അത് പോർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്സിഡേഷൻ ഓഫ് ഇമ്പ്യൂരിറ്റീസ് കണ്ടെയ്ൻഡ് ഇൻ ദി മോൾട്ടൺ പിഗ് അയൺ, നിയർലി ഓൾ ദി സിലിക്കൺ ആൻഡ് മാംഗനീസ്, മോസ്റ്റ് ഓഫ് ദി കാർബൺ ഓക്സിഡൈസ് ബൈ ബ്ലോൺ എയർ. നമ്മൾ ഈ എക്സ്റ്റർണലി ബ്ലോ ചെയ്യുന്ന എയർ എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഓക്സിഡേഷൻ ഓഫ് ഇമ്പ്യൂരിറ്റീസ് കണ്ടെയ്ൻഡ് ഇൻ ദി മോൾട്ടൺ പിഗ് അയൺ, നിയർലി ഓൾ ദി സിലിക്കൺ ആൻഡ് മാംഗനീസ്, മോസ്റ്റ് ഓഫ് ദി കാർബൺ. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ബ്ലോൺ എയർ ഓക്സിഡൈസ് ചെയ്യുന്നുണ്ട്. ബെസ്സമർ പ്രോസസ്സ് 2 ടൈപ്പ് ഉണ്ട്. ആസിഡ് ബെസ്സമർ പ്രോസസ്സ് ഉണ്ട്, ബേസിക് ബെസ്സമർ പ്രോസസ്സ് ഉണ്ട്. ഇത് ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഇത് ഇന്ന് 1-2 ക്വസ്റ്റ്യങ്ങൾ ചോദിച്ച് കണ്ടിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ. 2 ടൈപ്പ് ബെസ്സമർ ഫർണസ് ഉണ്ട്, ആസിഡ് ടൈപ്പ്, ബേസിക് ടൈപ്പ് ബെസ്സമർ പ്രോസസ്സുകളുണ്ട്. എന്താണ് ആസിഡ് ടൈപ്പ് ബെസ്സമർ പ്രോസസ്സ്? ഇതിൻ്റെ ക്രൂസിബിളിൽ ലൈൻഡ് വിത്ത് സാൻഡ് സ്റ്റോൺ ഓർ മൈക്ക. ഇത് തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇൻ ആസിഡ് ബെസ്സമർ പ്രോസസ്സ് റിഫ്രാക്ടറി മെറ്റീരിയൽ എന്താണ് ഉപയോഗിക്കുന്നത്? ലൈൻഡ് വിത്ത് സാൻഡ് സ്റ്റോൺ ആൻഡ് മൈക്ക. അതേസമയം ബേസിക് ബെസ്സമർ പ്രോസസ് ആണെങ്കിൽ എന്താണ്? ബേൺഡ് ഡോളമൈറ്റാണ് ഉപയോഗിക്കുന്നത്. ദെൻ ആസിഡ് ബെസ്സമർ പ്രോസസ് എന്താണ്? ഡസ് നോട്ട് എലിമിനേറ്റ് ഫോസ്ഫറോ സിലിക്കണോ. ഫോസ്ഫറസോ സിലിക്കണോ ഉണ്ട് എങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യില്ല. അത് ആസിഡ് ബെസ്സമർ പ്രോസസ്സിലാണെങ്കിൽ. ബേസിക് ബെസ്സമർ പ്രോസസ്സിലാണെങ്കിൽ ഫോസ്ഫറസ് പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്യുകയും സൾഫർ ഒരു എന്താണ് പരിധി വരെ റിമൂവ് ചെയ്യുകയും ചെയ്യും. ഇനി ബേസിക് ബെസ്സമർ പ്രോസസ്സിലാണെങ്കിൽ എക്സ്പെൻസീവ് ഗ്രേഡ് ഓഫ് ഓർ എന്ന് വെച്ചാൽ എന്താണ്? ഓർ റോ മെറ്റീരിയൽ എന്താണ്? നമ്മൾ റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഓർ എന്ന് പറഞ്ഞാൽ നല്ല ഹൈ ഗ്രേഡ് ആയിട്ടുള്ള ഓറാണ് വേണ്ടത്. അതേസമയം ബേസിക് ബെസ്സമർ പ്രോസസ് ആണെങ്കിൽ എന്താണ്? ഓൺലി ഹൈലി ഫോസ്ഫോറിക് ഓർസ് ആണ് ഇതിൽ ഉപയോഗിക്കുന്നത് കേട്ടോ, ബേസിക് ബെസ്സമർ പ്രോസസ്സിൽ. അപ്പോൾ എക്സാമിന് കൂടുതലും ചോദിച്ചു വരുന്നത് ഇതാണ്. ആസിഡ് ബെസ്സമർ പ്രോസസ്സിൽ ഏത് ടൈപ്പ് റിഫ്രാക്ടറി മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്? അപ്പോൾ ലൈൻഡ് വിത്ത് സാൻഡ് സ്റ്റോൺ ഓർ മൈക്ക. ബേസിക് ബെസ്സമർ പ്രോസസ്സിലാണെങ്കിൽ എന്താണ്? ബേൺഡ് ഡോളമൈറ്റാണ് ഉപയോഗിക്കുന്നത്. ഇത് ഓർത്ത് വെക്കണം. നെക്സ്റ്റ് ഓപ്പൺ ഹെർത്ത് പ്രോസസ്സ്. എന്താണ് ഓപ്പൺ ഹെർത്ത് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ? ഈ പിക്ചറിൽ കാണുന്നതാണ് ഓപ്പൺ ഹെർത്ത് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ സ്റ്റീൽ ഈസ് മെൽറ്റഡ് ഓൺ എ ഹെർത്ത്. കണ്ടോ, ഇതാണ് ഹെർത്ത്. സ്റ്റീൽ എന്ന് പറഞ്ഞ ഒരു ഹെർത്തിൽ വെച്ചിട്ടാണ് നമ്മൾ മെൽറ്റ് ചെയ്യുന്നത് അണ്ടർ എ റൂഫ് ആൻഡ് ഈസ് അക്സസിബിൾ ത്രൂ ഫർണസ് ഡോർസ്. അപ്പോൾ ഇവിടെ ഒത്തിരി ഫർണസ് ഡോർസ് ഉണ്ട് കണ്ടോ, ചാർജിങ് ഡോർസ്. ഈ ചാർജിങ് ഡോർസിലൂടെ നമ്മൾക്ക് വിഷ്വൽ ഇൻസ്പെക്ഷൻ നടത്താൻ സാധിക്കുക. എന്ന് വെച്ചാൽ അതിനകത്തോട്ടൊരു മെൽറ്റൽ ഏത് പരുവത്തിലാണ്, അല്ലെങ്കിൽ മെൽറ്റൽ എത്രത്തോളം മെൽറ്റായി, പൂർണ്ണമായി മെൽറ്റായോ, അങ്ങനെ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുകയും സാമ്പിളിംഗ് നടത്താനും സാധിക്കും. അതിൽ നിന്ന് എന്താണ്? സാമ്പിൾസ് എടുക്കാനും സാധിക്കും. ഈ ചാർജിങ് ഡോർസ് അല്ലെങ്കിൽ ഫർണസ് ഡോർസിലൂടെ. അപ്പോൾ ഇവിടെ പേര് പറയുന്നത് പോലെ തന്നെ ഒരു ഹെർത്തിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെൽറ്റ് ചെയ്യുന്നത്. അവിടെ പിന്നെ വിഷ്വൽ ഇൻസ്പെക്ഷനും സാമ്പിളിങ്ങിന് വേണ്ടി ഫർണസ് ഡോർസും ഉണ്ട്. ഇനി ഇവിടെ നമുക്ക് 2 യൂണിറ്റുകൾ കാണാം, 2 സൈഡിലൂടെ. എന്താണ് കാണിക്കുന്നത്? ഇതിലൂടെ എന്താണ്? എയർ. ഇപ്പോൾ റൈറ്റ് സൈഡിലെ യൂണിറ്റ് നോക്കുകയാണെങ്കിൽ, ലെഫ്റ്റ് സൈഡിലെ യൂണിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ എയർ കണ്ടോ, എയർ ഇതുവഴി കയറി ഇതുവഴി എന്ത് ചെയ്യുന്നു? ഇതുവഴി നമ്മൾ എയർ ബ്ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് കണ്ടോ, എയർ ബ്ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. ദെൻ ഇതുവഴി കയറി എന്ത് ചെയ്യുന്നു? ഹീറ്റായി എയർ ഇതുവഴി പുറത്തു പോകുന്നുണ്ട്. മനസ്സിലായി? ചിമ്മിനിയിലൂടെ പുറത്തു പോകുന്നുണ്ട്. ഇനി ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ ഈ വാൽവ് ക്ലോസ് ചെയ്തിട്ട് എയർ ഇതുവഴി സപ്ലൈ ചെയ്യുമ്പോൾ നേരത്തെ ഇതുവഴി എയർ പാസ് ചെയ്ത കംപ്ലീറ്റ് ഹീറ്റ് ആയിരിക്കുകയല്ലേ, ഇതുവഴി കയറി എയർ പ്രീ ഹീറ്റായി ഇതുവഴി കയറി തിരിച്ചു പോകും. അപ്പോൾ 2 സ്ഥലത്തിലൂടെയും നമ്മൾക്ക് എയർ ബ്ലാസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഈ റൈറ്റ് സൈഡിലൂടെ എയർ കയറുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിലൂടെ ചിമ്മിനിയിലോട്ട് പോകും, ലെഫ്റ്റ് സൈഡിലൂടെ എയർ കയറുമ്പോൾ റൈറ്റ് സൈഡിലൂടെ ചിമ്മിനിയിലോട്ട് പോകും കേട്ടോ. അപ്പോൾ യൂസ് റീജനറേറ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് റീ ഹീറ്റിംഗ് ദി ഫ്യൂൽ ഗ്യാസ് ആൻഡ് ദി എയർ. ഇതാണ് ഓപ്പൺ ഹെർത്ത് പ്രോസസ്സ്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഓപ്പൺ ഹെർത്ത് പ്രോസസ്സ്, പിന്നെ ബെസ്സമർ പ്രോസസ്സ്, പിന്നെ ക്രൂസിബിൾ മെത്തേഡ്. ഇതെല്ലാം എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഫോർ മേക്കിംഗ് ഓഫ് സ്റ്റീൽസ് എന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഈ ബെസ്സമർ പ്രോസസ്സ് പറഞ്ഞ പോലെ തന്നെ ഓപ്പൺ ഹെർത്തിലും തന്നെ ആസിഡ് ഓപ്പൺ ഹെർത്ത് പ്രോസസ്സും ഉണ്ട്, ബേസിക് ഓപ്പൺ ഹെർത്ത് പ്രോസസ്സും ഉണ്ട്
കേട്ടോ. ഇവിടെ എന്താണ് ഉപയോഗിക്കുന്നത്? സിലിക്ക സാൻഡാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ആസിഡ് ആണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണ് ആസിഡിക് ആണെങ്കിൽ എന്താണ് സാൻഡ് സ്റ്റോണും അല്ലെങ്കിൽ മൈക്ക നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ഇവിടെയും എന്ത് തന്നെയാണ് ഉപയോഗിക്കുന്നത്? സിലിക്ക സാൻഡ്. ബേസിക് ആണ് എങ്കിൽ കാൽസിനേറ്റഡ് മാഗ്നസൈറ്റ് ഓർ ഡോളമൈറ്റ്. മറ്റിടത്താണ് ബേൺ ഡോളമൈറ്റ് ആണ് ഉപയോഗിച്ച്, ഇവിടെ കാൽസിനേറ്റഡ് മാഗ്നസൈറ്റ് ഓർ ഡോളമൈറ്റ് ആണ് ഉപയോഗിക്കുന്നത് ബേസിക് ആണ് എങ്കിൽ. ഇനി അടുത്ത ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ സ്റ്റീൽ മേക്കിംഗ് ആണ്. ഓക്സിജൻ സ്റ്റീൽ മേക്കിംഗ് നമ്മൾ 2 ടൈപ്പ് ഓൾറെഡി പഠിച്ചു, 3 ടൈപ്പ് പഠിച്ചു. LD പ്രോസസ്, LDAC പ്രോസസ്, ദെൻ കാൾഡോ പ്രോസസ്. എന്താണ് LD പ്രോസസ് നോക്കാം. മേക്കിംഗ് ഓഫ് സ്റ്റീൽ ഫ്രം ലോ ഫോസ്ഫറസ് ലിക്വിഡ് അയൺ ഇൻ എ കൺവെർട്ടർ ബൈ ബ്ലോയിങ് ഓക്സിജൻ ടു സർഫസ് ഓഫ് മോൾട്ടൺ ചാർജ്. ഇതാണ് LD പ്രോസസ്. LD പ്രോസസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, എന്താണ് ലോ ഫോസ്ഫറസ് ലിക്വിഡ് അയണിൽ നിന്നും സ്റ്റീൽ ഉണ്ടാക്കുന്ന മെത്തേഡാണ് LD പ്രോസസ്. അവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഓക്സിജൻ ഈസ് ഡയറക്ട്ലി മൗണ്ട് ടു ദി സർഫസ് ഓഫ് എന്താണ് മോൾട്ടൺ ചാർജ്. ഇനി LDAC പ്രോസസ് എന്ന് പറഞ്ഞാൽ കൺവെർട്ടിങ് മീഡിയം ഓർ ഹൈ ഫോസ്ഫറസ് ലിക്വിഡ് അയൺ. കേട്ടോ, മറ്റ് LD പ്രോസസ് എന്ന് പറഞ്ഞാൽ ലോ ഫോസ്ഫറസ് ലിക്വിഡ് അയൺ ആണ്. LDAC പ്രോസസ് എന്ന് പറഞ്ഞാൽ ഹൈ അല്ലെങ്കിൽ മീഡിയം ഫോസ്ഫറസ് ലിക്വിഡ് അയണിൽ നിന്ന് സ്റ്റീലിനെ പ്രൊഡ്യൂസ് ചെയ്യാനാണ് നമ്മൾ LDAC പ്രോസസ് ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ്? ബൈ ഇജക്റ്റിംഗ് ഫൈൻലി ഡിവൈഡഡ് ലൈം വിത്ത് ഓക്സിജൻ ബ്ലോ. ഇവിടെ നമ്മൾ സപ്ലൈ ചെയ്യുന്നത് ഫൈൻലി ഡിവൈഡഡ് ലൈം വിത്ത് ഓക്സിജൻ ബ്ലോ ആണ്. കേട്ടോ. Then next is Caldo process. Caldo process, it is a method of making steel from low phosphorus liquid iron. Low phosphorus liquid iron in a rotating solid bottom converter by blowing oxygen to the surface of molten slag. മനസ്സിലായി? അപ്പോൾ ഇവിടെ കാൽഡോ പ്രോസസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെയും ലോ ഫോസ്ഫറസ് ലിക്വിഡിൽ നിന്ന് സ്റ്റീൽ ഉണ്ടാക്കുന്ന മെത്തഡാണ്. ഇവിടെ ഉപയോഗിക്കുന്നത് റൊട്ടേറ്റിംഗ് എന്താണ് സോളിഡ് ബോട്ടം കൺവെർട്ടറാണ്. ബൈ ബ്ലോയിങ് ഇവിടെ ഓക്സിജൻ സപ്ലൈ എന്താണ്? ഓൺ ദി സർഫസ് ഓഫ് മോൾട്ടൺ സ്ലാഗ്. എപ്പോഴും സർഫസ് മോൾട്ടൺ മെറ്റിൻ്റെ മേളിലായിരിക്കും സ്ലാഗ് ഉണ്ടാകുക. അപ്പോൾ സ്ലാഗിൽ ഡയറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓക്സിജൻ ബ്ലോ ചെയ്യുന്നുണ്ട്. കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ പിക്ചർ റെപ്രസെൻറ്റ് കാണിക്കുന്നുണ്ട് LD പ്രോസസ്സ്. LD പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഈസ് യൂസ്ഡ് റാദർ ദാൻ എയർ. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിജനാണ്. LD പ്രോസസ്സിൽ ഓക്സിജനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചത് എല്ലാ മെത്തേഡിലും നമ്മൾ പറയുന്നത് എന്താണ്? ടയേഴ്സ് വഴി നമ്മൾ സപ്ലൈ ചെയ്യുന്നത് എന്താണ്? എയർ ആണ്. പക്ഷേ അതുകൊണ്ടാണ് പേര് തന്നെ ഓക്സിജൻ സ്റ്റീൽ മേക്കിംഗ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ LD, LDAC, കാൾഡോ പ്രോസസ്സിലെല്ലാം നമ്മൾ ഡയറക്റ്റായിട്ട് സപ്ലൈ ചെയ്യുന്നത് ഓക്സിജനാണ്. കേട്ടോ, ഓക്സിജനാണ് നമ്മൾ എക്സ്റ്റേണലി സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഓക്സിജൻ ഈസ് യൂസ്ഡ് റാദർ ദാൻ എയർ. ഇത് നമ്മൾ ഓക്സിജൻ സപ്ലൈ ചെയ്യുമ്പോൾ നേട്ടം എന്താണ്? ദിസ് കോസ് റാപ്പിഡ് ഓക്സിഡേഷൻ ആൻഡ് ഡസ് നോട്ട് ഇൻട്രൊഡ്യൂസ് നൈട്രൈൻ ഇൻ ടു ദി സ്റ്റീൽ ബാത്ത്. അപ്പോൾ ഇവിടെ അറ്റ്മോസ്ഫിയറിക് എയർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് അതിൽ നമുക്ക് നൈട്രജൻ പെർസെൻറ്റേജ് ഉണ്ട്, നമുക്ക് അറിയാമെന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നൈട്രജൻ സ്റ്റീലിൽ ടെംപറേച്ചർ ആയി കഴിഞ്ഞാൽ അതിന് വേറെ കുറേ ദൂഷ്യഫലങ്ങളുണ്ട്. ഓക്സിജൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ റാപ്പിഡ് ഓക്സിഡേഷൻ സംഭവിക്കുകയും നൈട്രജൻ സർഫസിലോട്ട് അല്ലെങ്കിൽ സ്റ്റീലിലോട്ട് ഇൻട്രൊഡ്യൂസ് ആവാതിരിക്കുകയും ചെയ്യും. നൈട്രജൻ ഉണ്ടായ പ്രശ്നം എന്താണ്? നൈട്രജൻ കണ്ടന്റ് ഓഫ് സ്റ്റീൽ മേക്ക് ഇറ്റ് അൺസ്യൂട്ടബിൾ ഫോർ കോൾഡ് ഫോമിങ്. അപ്പോൾ ഈ കോൾഡ് ഫോമിങ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഫോമിങ് ഓപ്പറേഷൻ എക്സാമ്പിൾ എന്ന് വെച്ചാൽ എന്താണ്? ഡീപ്പ് ഡ്രോയിങ് എന്ന് വെച്ചാൽ നമ്മുടെ ഗ്ലാസ് സ്റ്റീൽ വെസൽസും ഒക്കെ ഉണ്ടാകുന്ന മെത്തേഡുണ്ട്, ഡീപ്പ് ഡ്രോയിങ് എന്നുള്ള പ്രോസസ്സ്. അപ്പോൾ ഡീപ്പ് ഡ്രോയിങ് പ്രോസസ്സിൽ പോലുള്ള കോൾഡ് ഫോമിങ് ഓപ്പറേഷൻസ് എന്താ നൈട്രജൻ ഇൻക്ലൂഷൻ അൺസ്യൂട്ടബിൾ ആണ്. കേട്ടോ, അതൊരു ഡ്രോബാക്ക് ആണ്, ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇനി ഇവിടെ നമ്മൾ നേരത്തെ എയർ സപ്ലൈ ചെയ്ത ടയേഴ്സിലൂടെയാണ്. ഇവിടെ നമുക്ക് ടയേഴ്സ് ഇല്ല. കാരണം എന്താണ്? പിക്ചറിൽ തന്നെ ഉണ്ടാണ്ട്. ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ഡയറക്റ്റ് ഒരു ഓക്സിജൻ ലാൻഡ്സ് വഴി ഡയറക്റ്റ് ഓക്സിജൻ മെറ്റലിലോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ എയർ കൊടുക്കുന്നത് എങ്ങനെയാണ്? ബോട്ടം പാർട്ടിൽ നിന്ന് മേലോട്ട് ടയേഴ്സ് വഴി മോട്ടർ മെറ്റലിലോട്ട്, താഴെ നിന്ന് മേലോട്ടാണ് സപ്ലൈ ചെയ്യുന്നത്. ഇവിടെ ഓക്സിജൻ ടൈപ്പിൽ അത് ഏതായിക്കോട്ടെ മേളിൽ ഒരു ഓക്സിജൻ ലാൻഡ്സ് വഴിയാണ് ഓക്സിജൻ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് എന്താണ്? കൺവെർട്ടർ ഹാവ് നോ ടയേഴ്സ്. Instead of blowing oxygen through tires, it is blown through water-cooled lands down to the metal bath. ഇത് നമുക്ക് ടയേഴ്സിലൂടെ സപ്ലൈ ചെയ്യുന്നതിന് പകരം ഡയറക്റ്റ് എന്താണ് ഓക്സിജൻ ലാൻഡ്സിലൂടെ മെറ്റൽ ബാത്തിൽ ഡയറക്റ്റ് നമ്മൾ സപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല പ്യുവർ ഓക്സിജൻ ബ്ലോസ് ഹെൽപ്പ് അഡ്ജസ്റ്റിംഗ് ടു ഡിസൈഡ് ലോവർ ലെവൽ ഓഫ് കാർബൺ, മാംഗനീസ്, സൾഫർ, സിലിക്കൺ ആൻഡ് ഫോസ്ഫറസ്. പ്യുവർ ഓക്സിജൻ എന്തിനൊക്കെ സഹായിക്കുന്നുണ്ട്? അഡ്ജസ്റ്റിംഗ് ടു ഡിസൈഡ് ലോവർ ലെവൽ ഓഫ് എന്താണ് കാർബൺ, മാംഗനീസ്, സൾഫർ, സിലിക്കൺ, ഫോസ്ഫറസ് ഓഫ് അയൺ ബോട്ട് ഫ്രം ബ്ലാസ്റ്റ് ഫർണസ്. ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് എടുക്കുന്ന അയണിൽ ഉള്ള ഫോസ്ഫറസും സൾഫർ, സിലിക്കൺ, മാംഗനീസ്, കാർബണിൻ്റെയൊക്കെ ലെവൽ കുറയ്ക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്യുവർ ഓക്സിജൻ ഉപയോഗിക്കുന്നത് കൊണ്ട് സാധിക്കും. കേട്ടോ,
അപ്പോൾ ഇതോടെ നമ്മൾ സ്റ്റീൽ മേക്കിംഗ് കഴിഞ്ഞു. അപ്പോൾ സ്റ്റീൽ മേക്കിംഗ് നമ്മൾ ഇത്രയും മെത്തേഡ്സൊക്കെ പഠിച്ചെങ്കിലും ഓരോ മെത്തേഡ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. നമ്മൾ സാധാരണ എയറാണ് സപ്ലൈ ചെയ്യുന്നത്, ഓഷൻ സപ്ലൈ ചെയ്യുന്നത്, ഓഷൻ മെത്തേഡ് എന്ന് പറയുന്നത് അതിൽ വരുന്നതാണ് LD പ്രോസസ്സ്, LDSC പ്രോസസ്സ്, കാൾഡോ പ്രോസസ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഓപ്പൺ ഹെർത്ത് പ്രോസസ്സ്, ഓഷൻ സ്റ്റീൽ മേക്കിംഗ്, ബെസമർ പ്രോസസ്സ്, പിന്നെ ക്രൂസിബിൾ മെത്തേഡ് എന്നൊക്കെ പറയുന്നത് സ്റ്റീൽ മേക്കിംഗ് ആണെന്നും അറിഞ്ഞിരിക്കുക. ഓരോ മെത്തേഡും എന്താണ്, അതിൻ്റെ പർട്ടിക്കുലാരിറ്റി എന്താണ് എന്ന് മാത്രം ഇത് അറിഞ്ഞിരിക്കേണ്ട ആവശ്യം ഉണ്ട്. നമ്മുടെ സിലബസിനകത്ത് കാസ്റ്റ് അയണിൻ്റെ പ്രൊഡക്ഷനും സ്റ്റീലിൻ്റെ പ്രൊഡക്ഷനും പറയുന്നില്ല. എന്ന് വെച്ചാൽ ക്രൂസിബിൾ, ബെസമർ ഫർണസ്, ഇതേപോലെ സ്റ്റീൽ മേക്കിംഗ് പ്രോസസ്സുകളൊന്നും പറയുന്നില്ല. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കാസ്റ്റ് അയൺ സ്റ്റീൽ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റീൽ അലോയ്സ് എന്നൊക്കെ മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ അങ്ങനെയാണെങ്കിലും കാസ്റ്റ് അയണും സ്റ്റീലും ചോദിക്കുമ്പോൾ അതിൻ്റെ പ്രൊഡക്ഷനും ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് മാറി മാറി ചോദിച്ചിട്ടും ഉണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻസ് ക്രൂസിബിൾ എന്താണെന്നല്ല, കുപ്പോളയുടെ പ്രോഡക്റ്റ് എന്താണ്, കാസ്റ്റ് അയൺ ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എന്ന് പറഞ്ഞിട്ട് ബെസമർ ഫർണസ്, കുപ്പോള ഫർണസ് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. വിച്ച് അമംഗ് ദി ഫോളോയിങ് ഇസ് എ സ്റ്റീൽ മേക്കിംഗ് പ്രോസസ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ റോട്ട് അയൺ ഏത് പ്രോസസ്സിലൂടെയാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ബ്ലാസ്റ്റ് ഫർണസ് പ്രോസസ്സ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കാസ്റ്റ് അയൺ, അതൊക്കെ നമ്മുടെ സിലബസിനകത്തുള്ളത് തന്നെയാണ്. അപ്പോൾ എക്സാമിന് അഥവാ ചിലപ്പം ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ പറയാൻ രീതിക്കാണ് ഞാൻ ഈ നോട്ട്സ് വീഡിയോയും റെഡിയാക്കി വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ സിലബസിനകത്ത് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രൊഡക്ഷൻ മെത്തേഡ്സ് ഒഴിവാക്കരുത്, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവുക.